ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം ചക്കയുടെയും മാങ്ങയുടെയൊക്കെ ഒരു സീസണാണ്. അപ്പം ചക്കയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് അരക്കായിരിക്കും. അപ്പം അരക്കൊന്നും നമ്മുടെ കയ്യിലാകാതെ പെട്ടെന്ന് നമുക്ക് ഒരു ചക്ക എങ്ങനെ വെട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് പത്തനംതിട്ട സൈഡിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചക്ക വെട്ടി. അല്ലാതെ നടുവെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എല്ലാവരുടെ വട്ടം ചുറ്റിയിരുന്ന് അവരുടെ കയ്യിൽ അരക്ക് എല്ലാവരുടെയും കയ്യിലൊക്കെ അരക്കായിട്ടൊക്കെ ചെത്തുമല്ലോ. അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളൊരു ശകലം പേപ്പർ ഒന്ന് കൈ എടുത്ത് വെച്ചാൽ മതി. ആ വെട്ടുകത്തി അതിലെണ്ണ തേക്കുക, അല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിൽ മുക്കുകയോ ചെയ്താൽ മതി. അപ്പം കത്തിയിലും അങ്ങ് അരക്കൊന്നും ആവത്തില്ല. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ കാര്യം സാധിക്കും. അപ്പം നിർത്തിച്ചെത്തിയെടുക്കുക. നിങ്ങളൊക്കെ എത്ര പേർ ഇങ്ങനെ നിർത്തിച്ചെത്തിയെടുത്തിട്ടുണ്ട്? അപ്പോൾ എളുപ്പമാണ്. നമ്മുടെ കയ്യിലൊന്നും ഒരു ശകലം അരക്കാവത്തതേ ഇല്ല, വെട്ടത്തിലും ആവത്തില്ല. എളുപ്പമാണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ചക്ക വെട്ടിയെടുക്കാം. ഞാൻ നേരത്തെ തൊട്ടേ ഇങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത്. ആലപ്പുഴ സൈഡിലൊക്കെ അല്ലാതാണ്, നാലായിട്ട് തുണ്ടുവാക്കിയിട്ട് പിന്നെ വെട്ടി എടുക്കും. പക്ഷേ ഇതാണ് എളുപ്പം, ഈസിയാണ്, പെട്ടെന്ന് നമ്മുടെ ജോലി കഴിയും. ഇതാ കണ്ടോ, നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. നമുക്ക് ആ ചക്കയൊക്കെ ഒന്ന് പിടിക്കാനൊക്കെ വളരെ പ്രയാസമായിരിക്കും. പക്ഷേ പിന്നെ നമുക്ക് ഈസിയാണ്. എന്ത് കാര്യം ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ, പിന്നെ അതങ്ങ് ഈസി ആയിട്ടായിരിക്കും. എനിക്കും ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതാ കണ്ടോ, ഞാൻ എല്ലാം ചെത്തി എടുത്തിട്ട് ഒന്ന് പേപ്പറോട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കയ്യിൽ ശകലം എണ്ണ തേക്കാം, വേണമെങ്കിൽ മാത്രം. പിന്നെ രണ്ടാക്കി മുറിച്ചിട്ട് ആ കൂനെന്ന് പറയും, അതോട് ചേർത്ത് നമുക്ക് പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മൾ വെട്ടോത്തിക്ക് നല്ല മൂർച്ച ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെറുപറാന്ന് എടുക്കാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ചുള കിട്ടുകയും ചെയ്യും. നമുക്ക് ആ കൂഞ്ഞുണ്ടല്ലോ, ഞങ്ങളുടെ ഇവിടെയൊക്കെ കൂഞ്ഞെന്നാണ് പറയുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം. അത് നമുക്ക് തോരൻ വെക്കാം, മസാല വെക്കാം. അപ്പം എങ്ങനെ വേണമെങ്കിലും നല്ല ടേസ്റ്റി അല്ലേ, ഒരു വിഷവും ഇല്ലാത്ത ഒരിതാണ്. ഇപ്പം ഇഷ്ടംപോലെ ചക്കയുണ്ട്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഇഷ്ടംപോലെ ചക്കയുണ്ട്, മാങ്ങയുണ്ട്. തേങ്ങയ്ക്ക് വളരെ വില കൂടുതലുമാണ്. ഇപ്പം തേങ്ങയൊക്കെ വില കൂടി. പക്ഷേ ഈ ചക്കയൊക്കെ എങ്ങനെയൊക്കെ വേണമെങ്കിലും തോരൻ വെക്കാം, വേവിക്കാം, അല്ലാതെ പുഴുങ്ങി തിന്നാം, തേങ്ങാപ്പാൽ ഒഴിച്ച് എങ്ങനെയൊക്കെ വേണമെങ്കിലും കഴിക്കാം. ചക്ക ഒരുപാട് ക്യാൻസറിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ചക്കയും ചക്കക്കുരുവൊക്കെ ഒന്നും മിസ് ചെയ്യല്ല. നമ്മൾ ഈ ഓരോ സമയത്തല്ല ഇതൊക്കെ ഉണ്ടാകത്തില്ല. അപ്പോൾ ആ സമയത്ത് മാക്സിമം നമ്മൾ കഴിക്കണം. നമ്മൾ ഈസിയാണ്. എന്താ കണ്ടോ, ഞാൻ വളരെ പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. അന്നേരം ചക്കയുടെ കൂഞ്ഞും മാവും ഇപ്പം നമുക്കിതെടുത്ത് മാറ്റി വെച്ച് ഫ്രിഡ്ജ് വെച്ചാൽ അടുത്ത ദിവസം എടുക്കാം. ചക്കക്കുരു വേണമെങ്കിലും മെഴുക്കോട്ടി വെക്കാം, തോരൻ വെക്കാം, വേണമെങ്കിൽ ചുട്ട് തിന്നാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വേവിച്ചിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക. അപ്പം ചക്കയുടെ ഒരു സാധനങ്ങളും കളയേണ്ട കാര്യമേ ഇല്ല. ചക്ക മടലുണ്ടല്ലോ, മടലിൻ്റെ തന്നെ ഉണക്കി ചില ആൾക്കാരൊക്കെ വെള്ളം അനത്തി കുടിക്കാറൊക്കെ ഉണ്ട്. അപ്പം ചക്കയുടെ ഒരു കാര്യങ്ങളും കളയേണ്ട കാര്യമില്ല. അപ്പം ടേസ്റ്റിയാണ്. നന്നായിട്ട് അങ്ങോട്ട് ഇച്ചിരി ഏറെ തേങ്ങയൊക്കെ ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചങ്ങോട്ട്, കാന്താരി മുളകൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. വേവിച്ചങ്ങോട്ട് ഇതാ കണ്ടോ, ഈസി ആയിട്ട് പെട്ടെന്ന് നമ്മുടെ ഇതായിട്ടുണ്ട്. എനിക്ക് ചക്കയുടെ അച്ചാറാണ് ഇഷ്ടം. മാങ്ങ അച്ചാറുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒന്നുമില്ല, ശകലം വെളിച്ചെണ്ണ ഒഴിച്ചാലും കഴിച്ചാൽ മതി. അതുമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ആണെങ്കിലും ചക്ക തിന്നാം. പച്ചക്കാണെങ്കിലും വേവിച്ചാണെങ്കിലും എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചക്ക ഇതാ കണ്ടോ, ഈസി ആയിട്ടല്ലേ എടുത്തിട്ടുണ്ട്. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.